അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ്. അപ്പോൾ ഞാൻ 2 ഇൻട്രോ ഒരു ദിവസം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തിരുന്നതാണ് ഷമീറിന്റെ കല്യാണത്തിന് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഷമീറിന്റെ കല്യാണത്തിന് രാവിലെ 9:30 ആയപ്പോൾ പോയിട്ട് വന്നപ്പോൾ 4 മണിയായി, ടയർഡായി. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും റിസപ്ഷൻ ഉണ്ട് വൈകിട്ട്, അതിന് പോകണം. ഷമീറിന്റെ വീട് ഇവിടെ അടുത്തൊന്നുമല്ല, അരൂരാണ്. വൈഫിന്റെ വീട്. ഇപ്പോൾ കല്യാണം നടന്ന സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നപ്പോൾ ഈ സമയമായി. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറാൻ സമയം കിട്ടിയില്ല. ടയർഡ് ആയതുകൊണ്ട് ഡ്രസ്സ് മാറി റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ ഡ്രസ്സ് മാറാൻ മടിയായിട്ടാണ് ഇന്നലത്തെ നമ്മുടെ അരിപ്പായസത്തിന്റെ ഇൻട്രോയും ഈ ഇൻട്രോയും ഒരേ ഡ്രസ്സിൽ തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറി ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ബീട്രൂട്ട് പച്ചടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചടിയാണ്. അപ്പോൾ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പച്ചടി റെസിപ്പികൾ കുക്ക് ചെയ്തിട്ടാണ് ചെയ്യുക, കിച്ചടി റെസിപ്പികൾ കുക്ക് ചെയ്യാതെയാണ് ചെയ്യുക. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കിച്ചടികളായിരിക്കും. ഇത് നമ്മൾ ഒട്ടും തന്നെ കുക്കിംഗ് ഇല്ലാതെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കിച്ചടിയുടെ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ട് ഷമീറിന്റെ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യണമെന്ന്. കുറച്ചേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റേജിൽ ലൈറ്റ് കുറവായതിൻ്റെതായിട്ടുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ട് ചെറുതായിട്ട്. എന്താണെന്ന് വെച്ചാൽ മൊബൈലിലാണ് ജസ്റ്റ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തത്. നമ്മൾ ക്യാമറ എടുത്തിട്ട് പോവുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവര് ബാക്കിയുള്ള വീഡിയോ, ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനായിട്ട് അത് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ കുറെ ആളുകൾക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഒരു കുക്കിംഗ് മാത്രം കാണുന്ന ആളുകളായിരിക്കും. കുറെ പേരൊക്കെ നമ്മുടെ റെസിപ്പീസിന്റെ കൂടെ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി അറിയാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചെയ്യാതെ താല്പര്യമുള്ളവർക്ക് കാണാൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആകെ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, താല്പര്യമില്ലെങ്കിൽ നമ്മുടെ പച്ചടി ചെയ്യാം. അപ്പോൾ സദ്യ സമയത്ത് പച്ചടിയും കിച്ചടിയും ചെയ്യണമല്ലോ. പച്ചടി നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കിച്ചടിയുടെ റെസിപ്പി ചെയ്യുന്നത്. ഇതാകുമ്പോൾ തൈരൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ജോലികൾ തീർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-120 ഗ്രാം വെയിറ്റ് വരും. ഇതിലേക്കായിട്ട് പുളിക്കനുസരിച്ച് നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. എനിക്ക് ഒരുപാടങ്ങ് പുളി ഇഷ്ടമല്ല, മീഡിയം പുളിയാണ് ഇഷ്ടം. പിന്നെ എരിവിനനുസരിച്ച് 2 പച്ചമുളക്. നമ്മൾ കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് കുക്കായാലേ എരിവ് കുറയുള്ളൂ. ഇത് അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി. ഇത്രയും ബീട്രൂട്ട് ആകുമ്പോൾ ഏറ്റവും ചെറിയ പീസ് മതി ഇഞ്ചി. 2 തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത്. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലാണ് ഈ കിച്ചടി നന്നാവുക. അപ്പോൾ ആദ്യം ഞാൻ ഈ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാം കേട്ടോ. അതൊരു ഓപ്ഷനാണ്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ അളവ് കുറച്ച് കൂട്ടാം. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കലും തേങ്ങ അരക്കലും എല്ലാം ചെയ്യുമ്പോൾ കൂടുതൽ സമയം പോവും. അപ്പോൾ തേങ്ങ അരച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട്, ഗ്രേറ്ററിൽ വലിയ ഹോൾസ് ഉള്ള ആ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ബീട്രൂട്ട് തോരനും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഗ്രേറ്റ് ചെയ്യില്ലേ, അതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ സാധാരണ കിച്ചടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സദ്യ വിളമ്പുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രമേ മിക്സ് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വെണ്ടയ്ക്ക കിച്ചടി ആണെങ്കിലും മാങ്ങയാണെങ്കിലും എല്ലാം ആ സദ്യ വിളമ്പുന്നതിന് തൊട്ട് മുന്നേ ആണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 പച്ചമുളക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മളെടുത്തില്ലേ അതും, ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും
പിന്നെ 1/4 ടീസ്പൂൺ കടുകും. കടുക് തരി പോലെ വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞു കഴിയുമ്പോൾ ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ തന്നെ ചേർക്കണം എന്നില്ല. ഇതിലേക്ക് ഞാൻ ഈ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണം. ഇപ്പോൾ ഇതാ ചെറുനാരങ്ങയുടെ കുരു മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ നീര് ചേർക്കുന്നത്. പിന്നെ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്ന ആളുകൾക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുക. അത് ഓപ്ഷണലാണ്. തേങ്ങാപ്പാലോ വെള്ളമോ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ബീട്രൂട്ടിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് അരപ്പിൽ തന്നെ ചേർക്കുക. ബീട്രൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ബീട്രൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തൈര് ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോഴാണ് തൈര് ചേർക്കുക, ബീട്രൂട്ടിലേക്ക് ചേർക്കുമ്പോഴല്ല. തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളത്തിനും ചെറുനാരങ്ങ നീരിനും പകരമായിട്ട് തൈര് ചേർത്തിട്ട് അരയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുളി കുറവാണെങ്കിൽ ചെറുനാരങ്ങ നീരാണ് യൂസ് ചെയ്തതെങ്കിൽ ചെറുനാരങ്ങ നീര് തന്നെ വീണ്ടും ആഡ് ചെയ്യുക. ഇല്ല തൈരാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ തൈര് തന്നെ ചേർക്കുക. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാത്ത രീതിയിലുള്ള കിച്ചടി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് വറവ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വറവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ വറവ് ചേർക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും. ഉള്ളി ചേർക്കില്ല കേട്ടോ. ഉള്ളി ചേർക്കാതെയാണ് നമ്മൾ വറവ് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഉപ്പ് കുറവായിരിക്കും. തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചടിയുടെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിരിക്കും കേട്ടോ. ചെറുനാരങ്ങ നീര് ചേർക്കുന്ന പോലെയല്ല. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പുളി ചെറിയ പുളിയേ ഉള്ളൂ, ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഞാൻ ആദ്യം കുറച്ചധികം ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ബീട്രൂട്ടിലേക്കൊക്കെ പിടിച്ചു വന്നപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയി. അപ്പോൾ അതാ വളരെ ഈസി ആയിട്ട് നമ്മളൊരു സദ്യ റെസിപ്പി റെഡിയാക്കിയില്ലേ. ഇത്രയും എളുപ്പത്തിലും നമ്മുടെ സദ്യ റെസിപ്പികൾ റെഡിയാക്കാം. പിന്നെ ചില ആളുകൾ പറയാം ഇതൊരു ട്രഡീഷണൽ രീതിയൊന്നും അല്ല, ഇങ്ങനെ ട്രഡീഷണലായിട്ട് കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല എന്നൊക്കെ. അത് ശരിയാണ്. പക്ഷെ നമ്മൾ പല വെറൈറ്റിയും പരീക്ഷിക്കുമ്പോൾ ട്രഡീഷണലും അല്ലാതെ റെസിപ്പികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എളുപ്പത്തിൽ കിച്ചടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ ഫോട്ടോയൊക്കെ എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി ബീട്രൂട്ട് കിച്ചടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻസൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുക്കിംഗ് റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. قال النبي صلى الله عليه وسلم تنظر المرأة ل4 لمالها ولجمالها ولحسبها.
ചേർക്കുക.